OT7 ചിത്രം ഓർക്കുന്നുണ്ട് ആർമി? മിലിറ്ററി സർവീസിന് ശേഷം OT7 ഒന്നിച്ച് ഒരു ലൈവിൽ വന്നപ്പോൾ അന്നെടുത്ത ചിത്രങ്ങളിൽ ഒന്നാണിത്. അന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ ആ മുഖങ്ങളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാവരിലും ഒരു തളർച്ച നമുക്ക് കാണാമായിരുന്നു. തീർച്ചയായും സർവീസിലിരിക്കുന്നവർക്ക് അതിൻ്റെതായ വർക്ക് പ്രഷറും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അതിനെല്ലാം പിന്നിലുള്ള യഥാർത്ഥ കഥകൾ ഓരോന്നായി ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ജിന്നേട്ടൻ മിലിറ്ററി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ ദിവസം ഓർക്കുന്നില്ലേ? അന്ന് ബാക്കി മെമ്പേഴ്സിന് സർവീസ് തീരാൻ ഇനിയും വർഷങ്ങളും ചിലർക്ക് കുറച്ച് മാസങ്ങളും ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും ജിന്നിനെ സ്വീകരിക്കാൻ നംജൂണി സാക്സോഫോണൊക്കെ വായിച്ചെത്തിയതും ബാക്കി മെമ്പേഴ്സ് ഒത്തുകൂടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ സ്വീകരണം എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ജിമ്മിൻ്റെ വീട്ടിലായിരുന്നു ഒത്തുകൂടിയത്. നമ്മൾ അന്നൊക്കെ എന്താ വിചാരിച്ചേ? OT7 ഒരുമിച്ചുള്ള വലിയൊരു ആഘോഷമായിരിക്കും അതെന്നാണ്. ഒരുപാട് നാൾ കൂടി കണ്ടതിൻ്റെ സന്തോഷത്തിൽ അവരെല്ലാവരും അത്രമേൽ ഹാപ്പിയാണെന്നാണ് നമ്മൾ കരുതിയത്. പരസ്പരം ടീസ് ചെയ്തും തമാശ പറഞ്ഞു നല്ല സന്തോഷത്തിലായിരുന്നു അന്നത്തെ ലൈവിൽ പോലും അവർ വന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അതെല്ലാം വെറുമൊരു അഭിനയമായിരുന്നു എന്ന് തിരിച്ചറിയാൻ നമ്മളൊരല്പം വൈകിപ്പോയി. നമ്മളെയൊന്നും അറിയിച്ചില്ല എന്നതാണ് വാസ്തവം. ആ ചിരിക്കുന്ന മുഖങ്ങളെയാണ് അന്ന് നമ്മൾ വിശ്വസിച്ചത്. ആ സമയത്ത് മെമ്പേഴ്സ് എല്ലാവരും മാനസികമായി അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ അവരെല്ലാവരും ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ആക്ച്വലി അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് നംജൂണി പറഞ്ഞത്. ടീമിനെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രായത്തിൽ മുതിർന്ന അംഗങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അവർ പരസ്പരം സംസാരിച്ചു. അന്ന് അവർക്കിടയിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ വന്നിരുന്നു. ഒടുവിൽ അവർ തീരുമാനിക്കുകയാണ്, ശരി, അങ്ങനെയെങ്കിൽ ഇത്രയും കാലം തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ആൽബം ചെയ്യണം. അത് നമ്മളെ കാത്തിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കടം വീട്ടൽ അല്ലെങ്കിൽ ഒരു പ്രത്യുപകാരമായിരിക്കണം. അന്നത്തെ ആ രാത്രിയിലെ അവരുടെ ആ കണ്ണീരും നമുക്ക് വേണ്ടി എടുത്ത ആ വലിയ തീരുമാനവുമാണ് നമ്മളെന്നീ കേൾക്കുന്ന ആരിരാങ് ആൽബത്തിലെ ഓരോ പാട്ടുകളും. അങ്ങനെ ആൽബം ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ അടുത്തതായി വന്ന ഒരു വലിയ ചലഞ്ച് പാട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. അതിനായി അവർ പോയത് LAയിലേക്കായിരുന്നു. അവിടെ വെച്ചാണ് അവർ പുതിയ ആൽബത്തിനായുള്ള മ്യൂസിക് ഷൈനുകൾ ആരംഭിക്കുന്നത്. നംജൂണി പറഞ്ഞതനുസരിച്ച് അത് ശരിക്കും ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നത് പോലെയുള്ളൊരു സിസ്റ്റമായിരുന്നു. സ്റ്റുഡിയോയിൽ പോകുന്നു, മെമ്പേഴ്സ് പല റൂമുകളിലായി അവിടുത്തെ പ്രശസ്തരായ പ്രൊഡ്യൂസർമാരുടെയും മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ ഓരോ പുതിയ പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെയും അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ 7 മെമ്പേഴ്സും നിലവിൽ സ്വന്തമായി സോളോ ആൽബങ്ങൾ ചെയ്തവരും മ്യൂസിക്കിൽ അവരുടേതായ പ്രത്യേക ശൈലികളുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ BTSന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ അവർ പരസ്പരം അത്രമേൽ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കും. ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് പരിഹരിച്ചാണ് അവർ ഓരോ പാട്ടുകളും പൂർത്തിയാക്കിയത്. ജങ്കുക്കും ഹോബിയും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രാക്കുകൾ ഉണ്ടാക്കിയതും വോക്കൽ ലൈൻ മെമ്പേഴ്സ് പാടാൻ പാടുപെടുന്നതുമൊക്കെ ഈ ഒരു LA സെഷനുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഈ ആൽബം ഇന്ന് നമ്മുടെ കൈകളിൽ എത്തി എന്നത് ഒരു അത്ഭുതം തന്നെയാണ് എന്നാണ് ജൂണി പറയുന്നത്. ഇതിനെല്ലാം പുറമെ ലൈവിന്റെ അവസാനമായി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ആളുടെ ഉള്ളിൽ നിന്ന് വന്നതുപോലെ തോന്നി. ഇന്നത്തെ കാലത്ത് ആളുകൾ പാട്ടുകളുടെ വരികളുടെ അർത്ഥമൊന്നും അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ റീൽസിലും ഷോർട്സിലും ഒക്കെ പെട്ടെന്ന് ട്രെൻഡിങ്ങിലാകുന്നതോ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ഡാൻസ് കളിക്കാൻ തോന്നുന്ന തരത്തിലോ ഉള്ള പാട്ടുകളോടാണ് താല്പര്യം കൂടുതൽ. എന്നാൽ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലും താനിപ്പോഴും വരികളുടെ ശക്തിയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ജൂണി പറയുന്നത്. ഒരു പാട്ടിലൂടെ നമ്മോട് സംസാരിക്കാനും അവരുടെ കഥകൾ പറയാനും ആ പാട്ടിലെ വരികൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ BTS എപ്പോഴും വെറുമൊരു മ്യൂസിക് ബാൻഡ് മാത്രമല്ല, മറിച്ച് നമ്മോട് കഥകൾ പറയുന്ന, നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ബാൻഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ജൂണി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വെറുതെ ട്രെൻഡിന് പുറകെ പോകാതെ ആരാധകരുടെ ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകൾ ചെയ്യാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയല്ല ആർമീസെ നംജൂണേട്ടൻ എന്നും നമ്മുടെ പ്രിയപ്പെട്ട ലീഡറായിരിക്കുന്നത്. നമ്മളോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഈ ഒരൊറ്റ വാക്കിൽ തന്നെയുണ്ട്. മിലിറ്ററിയിലെ ആ ഹാർഡ് പീരീഡ്സിലും സ്വന്തം മാനസിക വിഷമങ്ങൾക്കിടയിലും അവർ ചിന്തിച്ചത് നമ്മളെക്കുറിച്ച് മാത്രമാണ്. തങ്ങളെ ജീവനായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കൈനിറയെ സ്നേഹവും കൊണ്ടാണ് അവർ തിരിച്ചു വന്നത്. അവർ ഓരോരുത്തരും നമ്മോട് ചിരിച്ചു കാണിച്ചു.
എന്നാ ആ ചിരിക്ക് പിന്നിൽ അവർ കരയുകയായിരുന്നോ എന്ന് തിരിച്ചറിയാൻ ലേശം വൈകിപ്പോയി. ഇനിയും എന്തെങ്കിലും ഉണ്ടോ ജൂണി ഞങ്ങളിത് മറച്ചു വെച്ചത്?